Hi all, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് തരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണ്, അത്തരം കാര്യങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ്. ഓൾറെഡി ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. സോ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, സ്കെയിൽ ഓഫ് പേ, ഏജ് ലിമിറ്റും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു 5 എണ്ണമാണ് അതിനകത്തുള്ള റൂൾസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ ഓഫീസർ ആൻഡ് കൃഷി ഭവൻസ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഈ ഓരോ പോസ്റ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ജസ്റ്റ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അതിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ഇൻ ഡിസ്ട്രിക്ട് ആൻഡ് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് വരുന്നത് അപ്ഡേറ്റിംഗ് ഓഫ് സോയിൽ അനാലിറ്റിക്കൽ ഡേറ്റ ആൻഡ് റെക്കമെൻഡേഷൻസ് ടു സെൻട്രൽ സെർവർ. അതായത് മണ്ണ് പരിശോധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ, അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ്, അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സെൻട്രൽ സെർവറിലേക്ക് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. രണ്ടാമത്തത് മെയിൻ്റെനൻസ് ഓഫ് ഫൈനൽ റിസൾട്ട് രജിസ്റ്റർ. ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് രജിസ്റ്റർ എന്ന് പറയുന്നതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സൂപ്പർവിഷൻ ഓഫ് ലാബ് ആക്ടിവിറ്റീസ് ആൻഡ് ലാബ് സ്റ്റാഫ് ഓഫ് DSTL/MSTL. അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി അഥവാ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി എന്ന് പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന ലാബ് സ്റ്റാഫുകളെയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റ് ലാബ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ മൊത്തത്തിലുള്ള സർവേലൻസും സൂപ്പർവിഷനുമാണ് ഈ പോസ്റ്റിൻ്റെ ജോലിയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ വരുന്നത് ഔട്ട്റീച്ച് ഫീൽഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ഫോളോ അപ്പ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, അഡ്വൈസറി സർവീസസ്, ഫീൽഡ് ട്രയൽസ്, സോയിൽ ഹെൽത്ത് കാർഡ്സ് എക്സെട്ര. ഇപ്പോൾ നമ്മുടെ ഫീൽഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോളോ അപ്പ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയും. ഈ മണ്ണിൻ്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ അതിൻ്റെ വളക്കൂറ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ ആ അനാലിസിസിന് കൊടുത്തിരിക്കുന്ന സോയിലിൻ്റെ അത്തരം റിസൾട്ടുകൾ എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക. ഈ പറയുന്ന വളക്കൂറ് എന്ന് പറയുന്നത് എങ്ങനെ മികച്ചതാക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള അഡ്വൈസസ് കൊടുക്കുക. പിന്നെ ഫീൽഡ് ട്രയൽസ്, ഇത്തരം ഈ പറയുന്ന നമ്മൾ ഏത് മണ്ണാണോ നമ്മൾ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അനാലിസിസിന് വിധേയമാക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ എന്ന് പറയുന്നതൊക്കെ നടത്തി അതിനകത്ത് ചെറിയൊരു കൃഷിയൊക്കെ നടത്തി അതെങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഹെൽത്ത് കാർഡ്സ്, സോയിൽ ഹെൽത്ത് കാർഡ്സ് എന്ന് പറയുന്നത് കർഷകർക്ക് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ RTA ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയ നിവാരണങ്ങളോ ഒക്കെ അതുമായി സംശയ നിവാരണങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ കർഷകർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള ഒരു പോസ്റ്റാണ് അഗ്രികൾച്ചറൽ ഓഫീസർ ഇൻ ഡിസ്ട്രിക്ട് ആൻഡ് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ മൂന്നാമത്തതാണ് അഗ്രികൾച്ചറൽ ഓഫീസർ ഇൻ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, സീഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള വിത്തുകൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു അനാലിസിസിന് വിധേയമാക്കുക. എത്രത്തോളം ഗുണമേന്മയുണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലം എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ആസ് യു ഓൾ നോ ഈ പറയുന്ന സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട 3 റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്വാളിറ്റി അനാലിസിസ് ഓഫ് സർട്ടിഫൈഡ് സർവീസ് ആൻഡ് ഒഫീഷ്യൽ സീഡ് സാമ്പിൾസ്. നമ്മുടെ വിത്തുകളുടെ സാമ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി എടുത്ത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഈ പറയുന്ന ക്വാളിറ്റി അനാലിസിസ്, അതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്ന ഒരു സംഗതി നന്നായിട്ടൊന്ന് വിശകലനം ചെയ്യുക. അതിനെ പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ഈ പറയുന്ന അവകാശപ്പെടുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറുടെ ഒരു കൺട്രോളിലായിരിക്കും. പിന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്, എത്ര സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഉണ്ടോ അതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു പൊതുഭരണം എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഏത് അഗ്രികൾച്ചറൽ ഓഫീസറുടെ കീഴിലാണോ അത് വരുന്നത് ആ മൊത്തത്തിലുള്ള ലാബിൻ്റെ കൺട്രോളും കാര്യങ്ങളും പൊതുഭരണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറുടെ പരിധിയിൽ വരുന്നതായിരിക്കും.
മൂന്നാമത്തത് കസ്റ്റോഡിയൻ ഓഫ് ഓൾ എക്യുപ്മെന്റ്സ് ഓഫ് ദ ലാബ്. അതായത് ലാബിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങളുണ്ടോ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസർക്ക് ആയിരിക്കും. ഓക്കെ. നാലാമത് വരുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ബാർ അനലിസ്റ്റ് ഇൻ സ്റ്റേറ്റ് പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി. ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ജീവികളെ കൃഷി സ്ഥലത്ത് നിന്നും തുരത്താനൊക്കെ യൂസ് ചെയ്യുന്ന അത്തരം കെമിക്കൽസിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കൃഷിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പാർശ്വഫലങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് ഏതൊക്കെ ചെടികളിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം, അതിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയണം. അതറിയണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഓരോ പെസ്റ്റിസൈഡും അതിൻ്റെ സാമ്പിൾ എന്ന് പറയുന്ന ടെസ്റ്റിംഗിന് വിധേയമാക്കണം. അപ്പോൾ അവിടെയും കുറച്ച് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസർക്ക് കുറച്ച് റൂൾസ് അവിടെയും വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് ദി സാമ്പിൾ അലോട്ടഡ്. അഗ്രികൾച്ചറൽ ഓഫീസർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് അനാലിസിസ് ഓഫ് പെസ്റ്റിസൈഡ് സാമ്പിൾസ് റിസീവ്ഡ് ഫ്രം insecticide inspectors under the provisions of Insecticide Act and furnish reports by results of such tests or analysis. The observations and results are to be entered into the analytical register. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസെക്ടിസൈഡ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിൽ ഇരിക്കുന്നവർ തരുന്ന അവരുടെ ഈ പറയുന്ന ഡിഫറെൻറ്റ് പെസ്റ്റിസൈഡ്സിൻ്റെ സാമ്പിള്, ആ സാമ്പിളിനെ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, അതിനെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് അനലറ്റിക്കൽ രജിസ്റ്ററിൽ എൻട്രി ചെയ്യേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിൻ്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ്. രണ്ടാമത്തത് പ്ലാനിങ് ദ കൺസ്യൂമബിൾസ് റിക്വയർഡ് എന്ന് പറയും. Assessment of stock balance of various consumables such as equipments, chemicals, periodicals, books, etc. അതായത് സ്റ്റോക്ക് ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണോ ഉള്ളത്, ഉപകരണങ്ങൾ, അതുപോലെ തന്നെ സ്റ്റോക്കുള്ള കെമിക്കൽസ്, അത് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട പീരിയോഡിക്കൽസ്, ബുക്സ്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഇൻചാർജ് എന്ന് പറയുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസർ ബാർ അനലിസ്റ്റിനെ ആയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ ഒരു ഷോർട്ടേജ് ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഒരു പോസ്റ്റായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അത് പ്രോപ്പറായിട്ട് ആ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്യേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറുടെ ജോലിയിൽപ്പെടുന്ന കാര്യമാണ്. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ഹു ഹാസ് അണ്ടർഗോൺ PFA ട്രെയിനിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അസിസ്റ്റിംഗ് ദ TM ഇൻ ഡോക്യുമെന്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും നമുക്ക് പറയണം. അതായത് ഈ പറയുന്ന അത് ബേസ് ചെയ്ത് വരുന്ന റിപ്പോർട്ട്സ്, ഓരോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അത് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ പ്രോപ്പറായിട്ട് ഈ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിൻ്റെ ഫോംസും ഫോർമാറ്റും എല്ലാം ചെയ്യേണ്ടതും ഈ പറയുന്ന ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വഹിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ. ഇനി അഞ്ചാമത് വരുന്നത് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് ഇൻ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാംസ് ആൻഡ് സ്പെഷ്യൽ ഫാംസ് വെർ ഫാം സൂപ്രണ്ടൻസ് ആർ ദ ഹെഡ് ഓഫ് ദ ഫാം. അപ്പോൾ അവിടെ ഫാംസ് എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള കൃഷിയിടങ്ങളാണ്. അത് കൂടാതെ ഈ നമ്മുടെ പലതരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നതുമാകാം, അതും കൃഷിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാം സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു ഹെഡായിട്ട് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കീഴിൽ വരുന്ന ഒരാളെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു പോസ്റ്റാണ് അഗ്രികൾച്ചറൽ ഓഫീസർ എന്നും പറയുന്നത്. അപ്പോൾ അവിടെ അവിടുത്തെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് അപ്കീപ് ദ മെയിൻ്റെനൻസ് ഓഫ് ഫാം ഇൻ ജനറൽ. ആ ഫാം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിൻ്റെ മൊത്തത്തിലുള്ള മെയിൻ്റെനൻസും കൺട്രോൾ എന്ന് പറയുന്നതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസർക്കായിരിക്കും. രണ്ടാമത് ഫോർകാസ്റ്റ് ഓഫ് ഡെയിലി വർക്ക്സ്, പ്രിപ്പറേഷൻ ഓഫ് DMS, മെയിൻ്റെനൻസ് ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ, മസ്റ്റർ റോൾ ആൻഡ് ലീവ് രജിസ്റ്റർ ഓഫ് ലേബറേഴ്സ്. അപ്പോൾ ആ ഫാമിനകത്ത് നടക്കുന്ന മൊത്തത്തിലുള്ള ഓരോ ദിവസത്തെയും ജോലികൾ എന്താണ്, അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, നടപ്പിലാക്കുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് DMS, ഡെയിലി മെമ്മറാൻഡം ഷീറ്റ്സ് എന്ന് പറയും, അത്തരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ്, എത്ര ലേബറേഴ്സ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്, അവരുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നോക്കുക. പിന്നെ അവരുടെ ലീവ് രജിസ്റ്റേഴ്സ്, ഈ പറയുന്ന ലേബറേഴ്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പീപ്പിളിൻ്റെ ലീവും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുക. അതൊക്കെയാണ് രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ വരുന്നത് അസിസ്റ്റ് ഫാം സൂപ്രണ്ടൻറ്റ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ആൾ ഫാം പ്രൊഡ്യൂസേഴ്സ്. ഈ പറയുന്ന
ഫാമിൽ ഉണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ആ ഫാമിൽ വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വസ്തുവോ അത്തരം കാര്യങ്ങളുടെ ഒരു പ്രോപ്പർ ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു സംഗതിയും, അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എത്തിക്കുകയും വേണം. അതേസമയം നമുക്ക് കേട് വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് വേസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ വേസ്റ്റ് ആയിട്ടുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നതിനെ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും നമുക്ക് ഈ പറയുന്ന അതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യാനും പറ്റണം. ഫാം പ്രൊഡ്യൂസേഴ്സിൽ എന്തും വരാം അല്ലേ. പിന്നെ വരുന്നത് ഫാം റൂട്ട്സ്, ഫെൻസിങ്, ബിൽഡിങ്സ്, ഷെഡ്സ്, ഇറിഗേഷൻ ഇൻസ്റ്റാളേഷൻ ഇൻക്ലൂഡിംഗ് പമ്പ് സെറ്റ്സ് ആർ ഓൾസോ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ്. ഫാമിനകത്ത് വരുന്ന അത്തരം റോഡ്സ്, അതിൻ്റെ ബോർഡേഴ്സ് വരുന്ന ഫെൻസിങ്, അതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്സ്, ഷെഡ്സ്, അതുപോലെ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് വേണം. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഇറിഗേഷൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന പമ്പ് സെറ്റ് അടക്കമുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഉറപ്പിക്കേണ്ട ചുമതലയും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റ് വഹിക്കുന്ന വ്യക്തിക്കാണ്. ഓക്കെ. പിന്നെ വരുന്നത് അസിസ്റ്റ് ഫാം സൂപ്രണ്ടന്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മന്ത്ലി പീരിയോഡിക്കൽസ്, പ്ലാൻ പ്രോഗ്രസ് റിപ്പോർട്ട്സ്, ആനുവൽ ഫോർകാസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മുടെ ഫാം സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ മന്ത്ലി പീരിയോഡിക്കൽസ്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കർഷകർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ, മാഗസീനുകൾ, അവർക്ക് കൃഷി എന്ന് പറയുന്നത് എങ്ങനെ നടത്താം, എങ്ങനെ വിജയകരമായി നമുക്ക് നല്ലൊരു ലാഭം അതിൽ നിന്ന് ഉണ്ടാക്കാം, അങ്ങനെയുള്ള ഗൈഡൻസ് കൊടുക്കുന്ന എലിമെന്റ്സിനെയാണ് നമ്മൾ പീരിയോഡിക്കൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം നമുക്കത് അറിയാം. നമ്മൾ കർഷകശ്രീ പോലുള്ള മാഗസീൻസും മറ്റുമൊക്കെ നമ്മൾ മാർക്കറ്റിൽ കാണാറുള്ളതാണ് അല്ലേ. കർഷകമിത്രം, കർഷകശ്രീ, അങ്ങനെയുള്ളത്. അതിനൊക്കെയാണ് അത്തരം കൺസെപ്റ്റുകളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് ആർട്ടിക്കിൾസ് എഴുതുക, അതുപോലെ തന്നെ പ്ലാൻ പ്രോഗ്രസ് റിപ്പോർട്ട്, എന്തൊക്കെ പ്ലാൻസ് ആണോ നമ്മൾ അവിടെ ഷെഡ്യൂൾ ചെയ്യുന്നത് അത് എത്രത്തോളം ഭംഗിയായിട്ട് നമ്മളൊരു ഫാമിനകത്ത് അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഇതുവരെ ഏതറ്റം വരെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എത്രത്തോളമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്ന അത്തരം റിപ്പോർട്ട്സിനെയാണ് പ്ലാൻ പ്രോഗ്രസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം, അതുപോലെ ആനുവൽ ഫോർകാസ്റ്റ് എസ്റ്റിമേറ്റ്സ്, ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ഇതുവരെയുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷാവർഷവും എത്രത്തോളമാണ് അതിനകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഓരോ കാര്യവും സ്റ്റോക്ക് എത്രയുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതും ഈ പറയുന്ന അസിസ്റ്റന്റ് ഫാം സൂപ്രണ്ടന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ കണ്ടക്ട്സ് ഓഫ് ഓൾ ട്രെയിനിങ്സ്, എക്സ്പോഷർ, വിസിറ്റ്സ്, എല്ലാ തരത്തിലും കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്സ്, കൃഷിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്സ്, പിന്നെ എക്സ്പോഷർ വിസിറ്റ്സ്, വേറെ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കാൻ പോവുക, അത്തരം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ അസിസ്റ്റ് ഫാം സൂപ്രണ്ടന്റ് ഫോർ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രോഡക്ട്സ്, പഞ്ചായത്ത് പരിധിയിലൊക്കെ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകളുമായിട്ട് ഈ പറയുന്ന ഫാം സൂപ്രണ്ടന്റിന് അയാളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിന്റെ ജോലിയാണ്. പിന്നെ അസിസ്റ്റ് ഫാം സൂപ്രണ്ടന്റ് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് സ്കീം, അവരവരുടെ വകുപ്പുകളിൽ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വർക്കുകൾ ഈ പറയുന്ന ഫാം സൂപ്രണ്ടിന്റെ കൂടെ നിന്ന് ചെയ്യേണ്ടതും അഗ്രികൾച്ചറൽ ഓഫീസേഴ്സാണ്. പിന്നെ അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് വിൽ ബി ഇൻ ചാർജ് ഓഫ് നഴ്സറീസ് ഇൻക്ലൂഡിംഗ് പോട്ട്രി നഴ്സറി ഓഫ് വെജിറ്റബിൾ സീഡ്ലിങ്സ്. ഏതെങ്കിലും തരത്തിൽ പ്ലാന്റ് നഴ്സറി നമ്മൾ കണ്ടിട്ടുണ്ടാകും പലയിടങ്ങളിലും. ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് അത് ഓരോ കർഷകർക്കോ അല്ലെങ്കിൽ അത് ആവശ്യക്കാർക്കോ വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഈ വെജിറ്റബിൾ സീഡ്ലിങ്സ്, നമ്മുടെ പച്ചക്കറി വിത്തുകൾ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ പ്രോപ്പറായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയും ആ ഒരു ജോലി എന്ന് പറയുന്നതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടി വരിക. അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് വിൽ ബി ഇൻ ചാർജ് ഓഫ് ഓൾ progeny, orchids and productions of all planting materials and vegetable seeds. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ചെടിയുടെ കാര്യങ്ങളും പച്ചക്കറി വിത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സാണ്. മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കാഷ്യൂ, കോക്കനട്ട്, പെപ്പർ, മാംഗോ, ജാക്ക്, എക്സോട്ടിക് ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് പ്ലാന്റേഷൻ. അപ്പോൾ നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പൊതുവേ ഇത്തരം കാര്യങ്ങളാണ് പറയാറുള്ളത് അല്ലേ. ഈ കശുവണ്ടിയുടേത്, തെങ്ങുകൾ, അതുപോലെ കുരുമുളക്, മാങ്ങ, ചക്ക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന കൃഷിയിൽ നമുക്കൊന്ന് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ അവിടെ അതിൻ്റെ ഓവറോൾ കൺട്രോൾ എന്ന് പറയുന്നതും വരും, പ്ലസ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് തുടങ്ങി വെക്കുക മാത്രമല്ല അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നവരുടെ ചുമതലയിൽപ്പെടുന്ന കാര്യമാണ്.
പിന്നെ വരുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് വെജിറ്റബിൾസ്, ബനാന, ട്യൂബേഴ്സ്, പൾസസ് ആൻഡ് അതർ ഫീൽഡ് ക്രോപ്സ്. നമ്മൾ നെൽകൃഷി അടക്കമുള്ള കാര്യങ്ങളും ഈ പറയുന്ന നെൽകൃഷി, വാഴക്കൃഷി, പച്ചക്കറി കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കൃഷിയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഒട്ടുമിക്ക ക്രോപ്സ് എന്ന് പറയുന്നതും ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഉണ്ടാകുക. ഇനി റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടിഷ്യൂ കൾച്ചർ ബനാന, സ്യൂഡോമോണസ്, ഫെറോമോൺ ട്രാപ്പ്, മഷ്റൂം സ്പോൺസ്, ഓർഗാനിക് മാനുവേഴ്സ് ആൻഡ് ഓർഗാനിക് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഐറ്റം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്രോപ്സുകൾ അങ്ങനെയുള്ള എലിമെൻസും അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അത് നോക്കേണ്ടതും ഈ പറയുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറുടെയാണ്. ഓക്കെ. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് ക്രോപ്പ് മ്യൂസിയം, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട്സ്. ഇപ്പോൾ അവിടെ നമുക്ക് ക്രോപ്പ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിത്ത് ഇനങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു എക്സിബിഷൻ പോലെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ഓർഗനൈസ് ചെയ്യാം. അവിടെ നിന്ന് ഈ പറയുന്ന കർഷകർക്ക് അത് നേരിട്ട് വന്ന് കണ്ട് അതിൻ്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്ന ഒരു സംഗതി നോക്കിയിട്ട് അത് വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അത്തരം കാര്യങ്ങളെയാണ് ക്രോപ്പ് മ്യൂസിയംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, നമ്മൾ ഈ പലതരത്തിലുള്ള മരുന്നുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അത്തരം പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എല്ലാം അതിൻ്റെ മെയിൻ്റെനൻസും കൺട്രോൾ എന്ന് പറയുന്നതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസർക്കാണ്. പിന്നെ റെസ്പോൺസിബിൾ ഫോർ വാച്ചിങ് ഡ്യൂട്ടി അസൈൻമെൻറ്റ് ആൻഡ് വാച്ചിങ് ഡ്യൂട്ടി. ഓരോ ലേബറേഴ്സിനും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറൽ ഓഫീസറുടെ കീഴിൽ എത്ര ലേബറേഴ്സ് ഉണ്ടോ അത്രയും ലേബറേഴ്സിന് പ്രോപ്പറായിട്ട് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടോ, ആ ഡ്യൂട്ടി അവർ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത അല്ലെങ്കിൽ അലോട്ട് ചെയ്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നോക്കാനായിട്ടും ഇദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. പിന്നെ മോണിറ്റർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫാം പ്രൊഡ്യൂസ് രജിസ്റ്റർ ആൻഡ് ക്രെഡിറ്റ് സെയിൽ രജിസ്റ്റർ. ഫാമിൽ എത്രത്തോളമാണ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിനകത്ത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫാമിൽ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പിന്നെ അത് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് എത്രത്തോളമാണ് ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നത് അല്ലെങ്കിൽ കടമായിട്ട് കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതെല്ലാം നോക്കേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറാണ്. Raise invoices towards the supply of all farm producers, maintenance of invoice register, assure the receipt of cost of farm producers issued. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഫാം പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കേണ്ടതും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറാണ്. വിൽപ്പന മാത്രമല്ല, ഫാം പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, വിത്ത് ഇനങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇൻവോയ്സ് നോക്കേണ്ടതും അഗ്രികൾച്ചറൽ ഓഫീസറാണ്. കസ്റ്റോഡിയൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ലോഗ് ബുക്സ് ഓഫ് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ജനറേറ്റർ ആൻഡ് സ്പ്രേയേഴ്സ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന ലോറികളോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ, അതുപോലെ നമ്മുടെ ട്രാക്ടേഴ്സ്, ഇറിഗേഷന് യൂസ് ചെയ്യുന്ന പമ്പ് സെറ്റ് പോലെയുള്ള കൺസെപ്റ്റുകൾ, അത്തരം കാര്യങ്ങളുടെ കസ്റ്റോഡിയൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. They will raise specific requisition and assist farm superintendent for the purchase of all inputs. ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രൊഡക്ഷൻ, ആ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ഷന് വേണ്ട ഇൻപുട്സ് എന്താണോ അത് ആ പറയുന്ന സൂപ്രണ്ടൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം വാങ്ങുന്നതും ആരാണ്? ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സാണ്. അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് ഗാർഡനിങ് ഓഫ് ദ ഫാം ആൻഡ് എൻട്രസ്റ്റഡ് വിത്ത് ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഫാം സ്റ്റേ ഹോം ഫെസിലിറ്റീസ്. ആ ഫാം എന്ന് പറയുന്ന അവരുടെ കൃഷിയിടം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒരു അട്രാക്റ്റീവായിട്ട് കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അട്രാക്റ്റീവ് ഇൻ ദ സെൻസ് ഒരാൾ വന്ന് കണ്ടാൽ അത് അത്രത്തോളം ആ ഏരിയ ഭംഗിയുണ്ടെന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രീതിയിലും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചുമതലയും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾക്കാണ്. നെക്സ്റ്റ് വൺ, agricultural officers will be the custodian of following registers and all entries in the registers and articles mentioned in the registers should be attested by them. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു അവരൊരു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ഓഫീസേഴ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സ്, ഇതിനകത്ത് പറയുന്ന ഇത്രയും രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവർ അറ്റസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി, ഒരു ലീഗൽ വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ, മാസ്റ്റർ റൂൾ ലീവ് രജിസ്റ്റേഴ്സ്, ഡെയിലി മെമ്മറാൻഡം ഷീറ്റ്സ്, ഫോർകാസ്റ്റ് ഓഫ് ഡെയിലി വർക്ക് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രജിസ്റ്റേഴ്സ്. അതായത് നമുക്ക്
ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ വിറ്റ് പോകാത്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്തായിരിക്കും ഉണ്ടാകുക. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ സീഡ്സ് ആൻഡ് സീഡ്ലിങ്സ് ആൻഡ് അതർ ഇൻപുട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാം, കെമിക്കൽ ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ രജിസ്റ്റർ റിലേറ്റഡ് ടു BT ഡിവിഷൻ, കൾച്ചറൽ ട്രാൻസ്ഫർ രജിസ്റ്റർ ഓഫ് ടിഷ്യൂ കൾച്ചർ ലാബ്, ഹാർഡനിങ് രജിസ്റ്റർ ഓഫ് ടിഷ്യൂ കൾച്ചർ ലാബ്, വെജിറ്റബിൾ ആൻഡ് പ്രൊഡക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഇത്തരം ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളിലെ ഇത്തരം രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ മൊത്തവും കൺട്രോളും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഓഫീസറുടെ കയ്യിലായിരിക്കും. പിന്നെ നഴ്സറി രജിസ്റ്റേഴ്സ്, ട്രീ രജിസ്റ്റേഴ്സ്, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്, വാച്ചിങ് ഡ്യൂട്ടി രജിസ്റ്റേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്ക് രജിസ്റ്റർ, മെയിൻ്റനൻസ് ഓഫ് അപ്ഡേറ്റഡ് ബേസിക് ഡേറ്റ രജിസ്റ്റർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ വരാനാണ് സാധ്യത. ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ നമ്മുടെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സോ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നൊരു സംഗതി അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ആപ്പിൽ ഈ പറയുന്നതെല്ലാം അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെല്ലാ അപ്ഡേറ്റ്സും അക്കാഡമിയിൽ നിന്ന് തരുന്നതാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.